ഒരു ക്യാൻസർ രോഗം ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിലും എൻ്റെ ഒ പിയിൽ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യം ഈ ക്യാൻസർ പാരമ്പര്യമായിട്ട് വരുന്നതാണോ എന്നുള്ളതാണ്. വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ കാണുന്ന ക്യാൻസറുകളിൽ ഭൂരിഭാഗം 8% താഴെ മാത്രമേ പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? സാധാരണ ഒരു 50 വയസ്സിന് താഴെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ജനിതകമായിട്ടുള്ള മാറ്റം പാരമ്പര്യമായിട്ട് പടരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അഥവാ അങ്ങനെ ഒരു മാറ്റം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് BRCA1 BRCA2 എന്നുള്ള മാറ്റങ്ങൾ, HNPCC എന്നുള്ള ജീനിലുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ സാങ്കേതികമായിട്ടുള്ള കുറച്ച് ജീനിലുള്ള മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ജനിച്ചിട്ടുള്ള ആൾക്കാരും അവർക്ക് ഉണ്ടായ കുട്ടികളെയും നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് വിധേയരാക്കണം. ഇനി അങ്ങനത്തെ മ്യൂട്ടേഷൻ എന്തെങ്കിലും ആ ടെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്ക്രീനിങ് ടെസ്റ്റ് നിർബന്ധമാവുന്നു. ഉദാഹരണത്തിന് കൂടുതലും നമ്മൾ പാരമ്പര്യമായിട്ട് കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് സ്ത്രീകളിൽ സ്തനാർബുദം, അതുപോലെ ഓവേറിയൻ ക്യാൻസർ, അണ്ഡാശയത്തിലുണ്ടാവുന്ന ക്യാൻസർ, യൂട്രസിൻ്റെ ഉൾഭിത്തിയിലുണ്ടാവുന്ന എൻഡോമെട്രിയൽ ക്യാൻസർ, കൂടാതെ പലർക്കും സംഭവിക്കുന്ന കോലോറെക്ടൽ ക്യാൻസർ, വൻകുടലിലുണ്ടാവുന്ന ക്യാൻസർ, അതുപോലെ പ്രോസ്റ്റേറ്റ്, പാൻക്രിയാസ്, തൈറോയിഡ്, ഈ പറഞ്ഞ ഗ്രന്ഥികളിലുണ്ടാവുന്ന ക്യാൻസറുകളാണ്. അപ്പോൾ പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറൊക്കെ മാമോഗ്രാമിലൂടെ തന്നെ നമുക്ക് നേരത്തെ വളരെ തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടറിയാൻ പറ്റും. കൂടാതെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ വളരെ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ ഒവേറിയൻ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിലുള്ള ക്യാൻസറുകളൊക്കെ ചെറിയൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും രീതിയിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടറിയാൻ പറ്റും. CA-125 CEA എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളിലൂടെ. അതുപോലെ PSA എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഒരു പരിധിവരെ. ഇതെല്ലാം 100% ഫുൾ പ്രൂഫ് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് നോർമലാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ക്യാൻസർ അല്ല എന്ന് നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല. അതിന് കൂടാതെ ഈ പറഞ്ഞ പശ്ചാത്തലവും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ഒരു രോഗിക്ക് അല്ലെങ്കിൽ രോഗി ബാധിച്ചിട്ടുള്ള കുടുംബത്തിലുള്ളവർക്ക് ക്യാൻസർ റിസ്ക് എന്താണെന്നുള്ളത് സ്ഥിരീകരിക്കുക. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റുകളായിട്ട് അവർക്ക് സ്ക്രീനിങ് മാമോഗ്രാം അല്ലെങ്കിൽ വയറ്റിൻ്റെ അൾട്രാസൗണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ വൻകുടലിലുള്ള ക്യാൻസർ ആണെങ്കിൽ 3 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 5 കൊല്ലം കൂടുമ്പോൾ ഒരു കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി എന്നുള്ള ടെസ്റ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് ഈ രോഗത്തിനെ നേരിടാൻ പറ്റും. നല്ല രീതിയിൽ അതിന് ഗുണം നേടാൻ പറ്റും.